വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചതിന് ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നു. 2023 മാർച്ച് മാസം 11-ാം തീയതി ഉത്തർപ്രദേശിലാണ് സംഭവം. സാക്ഷാൽ യോഗി ആദിത്യനാഥ് നേതൃത്വം കൊടുത്ത BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിലെ പോലീസാണ് ആ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റുകളും മാധ്യമ നിയന്ത്രണങ്ങളും ഉണ്ടാകും. കേന്ദ്ര സർക്കാരും കേരളം ഭരിക്കുന്ന UDFും ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെയും സ്വന്തം അജണ്ടകൾക്ക് വഴങ്ങാത്തവരെയും വേട്ടയാടി നിശബ്ദമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ തന്നെ നോക്കൂ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി MDMA കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം പെട്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഫേസ്ബുക്കിൽ നിന്നും സർക്കാർ റിമൂവ് ചെയ്യിപ്പിക്കുന്നത്. RSS നേതാവ് TG മോഹൻദാസിനെതിരെയുള്ള വാർത്തകൾ മുതൽ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൊടുത്ത വാർത്ത വരെ ഫേസ്ബുക്കിൽ നിന്നും സർക്കാർ നീക്കിയിട്ടുണ്ട്. IT റൂളിന്റെ മറവിലാണ് ഫേസ്ബുക്കിനെ കൊണ്ട് സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾ നീക്കുന്നത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ കടത്തിവെട്ടാനുള്ള ഓട്ടത്തിലാണ് VD സതീശൻ. ഈ വരുന്ന ഓഗസ്റ്റ് 15 രാജ്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യ ദിനമാണ്. ജനാധിപത്യത്തിന്റെ 4-ാം തൂണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ഇന്ന് എത്രത്തോളം സ്വതന്ത്രരാണ്? കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും FIRകളും റെയ്ഡുകളും ദേശവിരുദ്ധ ലേബലിംഗും കൊണ്ട് വേട്ടയാടുകയാണ് സംഘപരിവാർ. കേരളത്തിലേക്ക് വന്നാൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന VD സതീശൻ തനിക്ക് താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അധികാരം കയ്യിലുള്ളപ്പോൾ മാധ്യമവേട്ടയിൽ ഏർപ്പെട്ട് മാധ്യമ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്നും സതീശനെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ശക്തമായ ജനാധിപത്യത്തിന് ഭരണകൂടത്തെയും രാഷ്ട്രീയക്കാരെയും ഭയമേതുമില്ലാതെ ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങൾ അനിവാര്യമാണ്.